എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറെ പ്രയോജനം തരുന്ന ഒന്നാണ് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന അബിയുടെ ചതിയൊക്കെ നബി വീണ്ടും തിരിച്ചറിയണം. അതിന്റെ വിശേഷങ്ങളും നയനയാണ് ദേവേനെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും കയറ്റിയെന്നുള്ള സത്യമൊക്കെ മൂർത്തിമുത്തച്ഛനൊക്കെ അറിയുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോണേ. ഇന്നലെ നമ്മൾ കണ്ടു ഹോസ്പിറ്റലിൽ വന്നിട്ട് വേണു തിരികെ വീട്ടിലേക്ക് പോവാണ്. വേണു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി അനാമികയും ചോദിച്ചു, എന്തായി വേണുട്ടാ കാര്യങ്ങള്? ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്തായെന്ന് ചോദിക്കാം. അതെ, ബ്ലഡ് കൊടുക്കാനായിട്ട് ആരോ കിട്ടിയെന്ന് പറയണം. ആരായിരിക്കും പോലും ബ്ലഡ് കൊടുക്കാനായിട്ട്? അതൊന്നും അറിയത്തില്ല, ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. ആരാന്നെ കുറിച്ച് കൂടുതലും ഞാനൊന്നും ചോദിക്കാൻ പോയില്ലെന്ന് പറയണം. എന്നാലും അതെ, അനാമിക മോള് ബ്ലഡ് കൊടുക്കുവാനും നല്ലതായിരുന്നില്ലേ വേണുവേട്ടാ. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടുമോ രേവതി? ഇനി ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പോണ്ടെന്ന് പറയണം. അനാമിക പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ബ്ലഡ് കൊടുക്കാനൊന്നും പോകുന്നില്ല മോളെ. ഞാൻ മാക്സിമം ദേ ആദർശിന്റെ അച്ഛന്റെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി വിട്ടിട്ടാ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ അവരുടെ അടുത്ത് ഒരു കളി നടക്കുമല്ല, അല്ലെങ്കിൽ അനന്തപുരിയിലെ ആണുങ്ങളുടെ അടുത്ത് ഒരു കളി നടക്കുമല്ല. അവിടുത്തെ പെണ്ണുങ്ങളെ കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ. അവിടുത്തെ പെണ്ണുങ്ങളെ കയ്യിലെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. രേവതി പറഞ്ഞു, മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് പോകാൻ നോക്കണം എന്ന് പറയണം. അല്ല അത് പിന്നെ എങ്ങനെ പോകാനാ? അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റും? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ലേ? അതാ പറഞ്ഞ നിന്റെ ബുദ്ധിമോശമാണ്. നീ ഓരോന്ന് എടുത്തിയാടി ഓരോ തീരുമാനം എടുത്തിട്ട് ഇപ്പൊ അനുഭവിക്കുന്നില്ലേ? ദേ എന്തെങ്കിലും തന്ത്രം ഉണ്ടാക്കി പോയാൽ മതിയാവുള്ളൂ പറയാം. എന്നും കൊണ്ടും ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ദേ എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ പറയാം. ഇത് കേട്ട് അനാമിയോട് ഞാൻ നോക്കട്ടെ, ദേ അനിയെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷേങ്കിൽ അവനാണ് അമ്പലും വില്ലിനും അടുക്കുന്നില്ല. അവന്റെ ചൊറിയുന്ന സ്വഭാവം കണ്ടു കഴിയുമ്പം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം. ദേ മോളെ, ഇങ്ങനെയെങ്കിലും നീ ആ വീട്ടിൽ ചെന്നിട്ട് അവരുടെ അടുക്കൽ ഇങ്ങനെ പറയരുത്. അറിയാലോ, ഇതെങ്ങാനും ആ കിളവൻ കേട്ടിട്ട് പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. പിന്നീട് ഒന്നും മിണ്ടാതെ അനാമിക അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് നവ്യ മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അബി എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അബി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നവ്യ വന്നിട്ട് അബിയോട് അല്ല അബി, നീ ഹോസ്പിറ്റലിൽ ഒന്നും പോയത് പോലെ ഇല്ലോന്ന് ചോദിക്കാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല വെല്ലുമ്മയ്ക്ക് അസുഖമെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒന്ന് പോവുകയും ചെയ്യാതെ? ഓ അതിന് ഇനിയും കൂടെ ഞാനും കൂടെ ചെന്നിട്ട് വേണം ഇനിയിപ്പൊ ഞാൻ ആ കുറ്റം ചെയ്തതെന്ന് വരുത്തി തീർക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു സംസാരമുണ്ട് ഇവിടെ പൊതുവെ. ദേ നീ നിന്റെ ചേച്ചിയുമല്ല, ഞാനും എന്റെ അമ്മയൊക്കെ ചേർന്നിട്ടാണ് ഈ ചതി ചെയ്തതെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ എന്നെ കുറ്റക്കാരനാക്കാനായിട്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ നവ്യോട് പറയാം. പെട്ടെന്ന് നവ്യിച്ചു, നീ എന്താ അബി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇന്നലെ വരെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. ഇന്നലെ വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്നലെ ഒറ്റ ദിവസം നിനക്ക് ഭയങ്കര മാറ്റമായിരുന്നല്ലോ. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അല്ലേ കേട്ടോണ്ടിരിക്കുന്നേ. ദേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടാ നിന്റെ ചേച്ചി ആ പാലിനകത്ത് വിഷം കലക്കി വെച്ചേ. എന്നിട്ടോ അവസാനം വന്നപ്പോ കുറ്റം മൊത്തം ഇപ്പൊ എന്റെ തലയിലാ. ഞാൻ എന്തോ കാണിച്ചു കൂട്ടുന്ന രീതിയിലാ സംസാരം. അതിന് ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലോ അബി. നീ പറയണ്ട, എനിക്കറിയാൻ പറ്റും. നീ ഇവിടെ പലരോടും അങ്ങനെ പറഞ്ഞ് ഞാൻ അറിഞ്ഞെന്ന് പറയാം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ദേ അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ അബി, ഇന്നലെ നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടും എനിക്ക് തോന്നുന്ന മനഃപൂർവ്വം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ദേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് നീ ആ പാലിനകത്ത് വിഷം കലക്കി വെച്ചിട്ട് നീ എന്നോട് സ്നേഹം കാണിച്ചാണോന്ന് നീ എന്നെ സംശയിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഇത് കേട്ടോ അവിയിലൊരു ഞെട്ടുണ്ടായി. അബി പറഞ്ഞു, നബിയെ നീ അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞാണ്ടല്ലോ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുപോലെ ഞാൻ നോക്കത്തില്ല, ഒറ്റ ഉണങ്ങ് വെച്ച് തരുമെന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? അന്നൊന്നും ചെയ്തെന്ന് കാണട്ടെ എന്ന് പറഞ്ഞോണ്ട് നവി അങ്ങോട്ട് ചെല്ലുവാണ്. അബിയോട് ഞാൻ മാല ഇട്ടേക്കുന്നൊന്നും ചെയ്യുന്നില്ല. പിന്നെ മാല ഇട്ടൊരു പുണ്യാളം വന്നിരിക്കുന്നു. പൊട്ടി ഞാനാണ്. ഞാൻ നിന്നെ വിശ്വസിക്കരുതായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു നിന്റെ ഈ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ എന്തോ ഒരു ചതി ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഞാൻ നിന്നെ വിശ്വസിച്ചു പോയി. അത് ചെയ്താ ഞാൻ തന്നെ തെറ്റ. ഇപ്പൊ എനിക്ക് മനസ്സിലായടാ, നീ ഒരു കാലത്ത് ഈ ജന്മത്തിൽ നന്നാവാനായിട്ട് പോകുന്നില്ല. പക്ഷെ എനിക്ക് സങ്കടം അതൊന്നും ഓർത്തിട്ടില്ല. നീ നന്നാവില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ നീ നല്ല അഭിനയം അങ്ങോട്ട് കാഴ്ചവെച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഞാനിത് പ്രതീക്ഷിച്ച കാര്യമില്ല. എന്റെ വീട്ടുകാർ എന്തുമാത്രം പ്രതീക്ഷയോടാ കാത്തിരിക്കുന്നേ. നമ്മളെല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് ഒരു ദിവസം ചെല്ലുമെന്നൊക്കെ ഓർത്തായിരിക്കണേ. എന്നാലും ഈ ചതി വേണ്ടായിരുന്നു അബി എന്ന് പറയണേ. പിന്നെ അവളുടെ ഒരു വീട്ടുകാരും വന്നേക്കുന്നു. കൂടുതൽ എന്നോട് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. നവ്യക്ക് മനസ്സിലായി, അപ്പൊ ഇവനാണ് ഈ ചതിയുടെ പിന്നിൽ. ഇവനായിരിക്കണം, അല്ലെങ്കിൽ ഇവൻ അറിയാവുന്ന ആരോ, ഒരു പക്ഷെ അനാമികയോ രേവതിയോ അല്ലെങ്കിൽ ഇവനോ ഇവന്റെ അമ്മയായിരിക്കും ഈ ചതിയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ നവ്യെ സങ്കടപ്പെട്ടിരിക്കുകയാണ്.
വീട്ടുകാരെ കുറിച്ച് ഓർത്തപ്പോൾ അതിനേക്കാളും വലിയ വിഷമം. അച്ഛനും അമ്മയ്ക്ക് എന്ത് പ്രതീക്ഷയായിരുന്നു. അമ്മയാണെങ്കിൽ തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. താനും അബിയും വീണ്ടും ഒന്നിച്ചല്ലോ. അങ്ങനെയൊക്കെ ഓർത്തിട്ട് ആ പ്രതീക്ഷകളൊക്കെ അവിടെ തകർന്നു പോയില്ലെന്ന് ഓർത്തിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗോവിന്ദൻ വരുന്നത്. അപ്പൊ ഗോവിന്ദൻ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടാണ് അനന്തപുരിയിലേക്ക് വരുവാണ്. അപ്പൊ നവീനെ ഒന്ന് കണ്ടുപോകാന്നും കൂടെ ഓർത്ത് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നവ്യ ഓടി ഇറങ്ങി ചെല്ലുവാണ്. അച്ഛനെ കിടന്ന് ഭയങ്കര സന്തോഷമായി. പിന്നീട് ബാച്ചാന്ന് പറഞ്ഞ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരിക. അല്ല അഭി എന്തിയാ മോളെന്ന് ചോദിക്കുക. ഇത് കേട്ടോ നവ്യയുടെ മുഖം അങ്ങോട്ട് മാറി. എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഒന്നുമില്ലാന്ന് പറയണം. പിന്നീട് എന്തോ കാര്യമുണ്ടല്ലോ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. അത് പിന്നെ അച്ഛാ കാര്യം എന്താന്ന് പറ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അച്ഛാ, അതൊക്കെ അവന്റെ കള്ളത്തിലായിരുന്നു. ഇന്നലെ ഒറ്റ ദിവസം ഉണ്ടായിരുന്ന സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള സ്നേഹപ്രകടനങ്ങളായിരുന്നു തോന്നിയെന്ന് പറയണം. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ. പിന്നീട് ദേവയാനിക്ക് പാലിനകത്ത് വിഷം കെട്ടി ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയാം. അതെ എനിക്ക് ഒരു സംശയമുള്ളത് അബീനെ അബിയുടെ അമ്മേനെയാണ്. ഒരുപക്ഷെ എന്നോട് സ്നേഹപ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണെന്ന് സംശയമുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദനും ഞെട്ടി. നീ എന്തൊക്കെയാ മോളെ പറയണെന്ന് ചോദിക്കാം. അതെ അച്ഛാ അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. മോളെ ഒരു കാര്യം ഞാൻ പറയാം. ദേ നമ്മുടെ വീട്ടിൽ ഇച്ചിരി പട്ടിണിയും പരിവട്ടങ്ങളൊക്കെ കാണും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇവിടെ നിനക്ക് നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോരെ. നിന്നെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാം. നവ്യ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാന്ന് പറയണം. എനിക്കറിയാം ഇതേ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യയ്ക്ക് വേണ്ട ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും ഒക്കെയാണ്. അത് നിനക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. സാരില്ല, നീ വിഷമിക്കൊന്നും വേണ്ട. എല്ലാം ശരിയാകുമെന്ന് കരുതി നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ നീ വീട്ടിലേക്ക് പോരാൻ പറയണം. വേണ്ടച്ചാ അങ്ങനെ അങ്ങനെ ഇറങ്ങിപ്പോന്നാൽ ശരിയാകത്തില്ല. അല്ലെങ്കിൽ അവനെ അങ്ങനെ സൂഹിക്കാൻ ഞാൻ അങ്ങനെ വിടത്തില്ല. ഞാൻ ഇവിടുന്ന് പോന്നിട്ടുണ്ടെ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതിന്. 4-ാം ദിവസം അവൻ വേറെ കല്യാണം കഴിക്കും. അവനും അവന്റെ അമ്മയ്ക്കൊരു പുത്രിയല്ല. ഞാൻ ഇവിടുന്ന് എങ്ങനെയല്ലോ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചോണ്ടാ ഇരിക്കണമെന്ന് പറയാം. കാരണം നബിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അബിയുടെ സ്വഭാവം എങ്ങനെയെന്ന്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് ഒഴിവായി തരുവാണെങ്കിൽ എനിക്ക് വേറെ കല്യാണം കഴിച്ച് ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ച് ജീവിക്കാന്നൊക്കെ. അപ്പൊ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നബി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു സാരമില്ല മോളെ പോട്ടെ. നിനക്ക് സഹിക്കാൻ എവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത വേണം. നിന്നെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. കാരണം ഒരു കുഴപ്പവും കൂടാതെ ആ കുഞ്ഞിനെ കിട്ടണം. അപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവന് വരെ ആപത്താണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് വരുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാം. അതൊന്നും സാരമില്ല അച്ഛാ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയണം. അല്ല ഇപ്പൊ വന്നിട്ട് നയനയുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമില്ലെന്ന് പറഞ്ഞെന്ന് പറയാം. ബ്ലഡൊക്കെ മാറ്റിയെന്നാ അറിഞ്ഞെന്ന് പറയാം. അങ്ങനെ ഗോവിന്ദൻ കുറെ സമയം കൂടെ അവിടെ സംസാരിച്ച് എന്നിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി പോകുന്നത്. ഗോവിന്ദന് അങ്ങോട്ട് കയറി വരുന്ന ഉള്ളപ്പോൾ ആ സന്തോഷങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങാണ്. ഒത്തിരി പ്രതീക്ഷയോട് കൂട്ടാ ഗോവിന്ദൻ വന്നേ. കാരണം അബിയും നബിയും തമ്മിൽ ഒന്നായല്ലോ, ഇനിയിപ്പോൾ ടെൻഷനൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ വീണ്ടും വന്നതിന്റെ ഇരട്ടി ടെൻഷൻ ആയിപ്പോയി. അങ്ങനെ ആ വേദനയിലാണ് പോണേ. ഈ സമയത്ത് അനി എന്ത് ചെയ്യുക വീട്ടിലേക്ക് വരുന്നുണ്ട്. അനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ എന്നിട്ട് ചോദിച്ചു, ഓഹോ എന്തായി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ? അല്ല ഇത്ര വലിയ ചോദിക്കാനാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താൽ പോരെ, അപ്പച്ചിക്ക് അങ്ങോട്ട് പോയി നോക്കിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അല്ല അപ്പച്ചി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അല്ല പിന്നെ നീയൊക്കെ എപ്പോഴും പോകുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറയാം. കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം. അല്ല ബ്ലഡ് കിട്ടുമോ മറ്റോ ചെയ്തോന്ന് ചോദിക്കും. ഏതാണ്ട് നെഗറ്റീവ് ആണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ, ബ്ലഡ് കിട്ടിയോന്ന് ചോദിക്കണം. അതൊക്കെ കിട്ടിയെന്ന് പറയണം. കൂടുതൽ അനിയൊന്നും പറയാൻ പോയില്ല, എന്തായതൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഇപ്പം നനേച്ച കൊടുത്തെന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട എന്നോർത്തിട്ട് അനി അങ്ങോട്ട് പോവാണ്. ആ സമയം ആദർശ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ കൂടെ തന്നെ നയനയും വരുന്നുണ്ട്. കാരണം വീട്ടിൽ വന്നിട്ട് കുറെ ഡ്രസ്സുകളൊക്കെ മാറ്റാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ അണിച്ചിട്ട് ആദർശനോട് ചോദിച്ചു, എന്തായി മോനെ ദേവേനിക്ക് കുറവുണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം. ഇപ്പൊ കുറവുണ്ട് മുത്തശ്ശ, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? അത് പിന്നെ ബ്ലഡ് മാറ്റി കയറ്റണമെന്ന് പറഞ്ഞായിരുന്നു പറയണം. ബ്ലഡ് മാറ്റി കയറ്റണം എന്നിട്ടോ? അതിപ്പം അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആയിരുന്നു. ഞങ്ങൾ കുറെ അന്വേഷിച്ച് കിട്ടിയില്ല. അവസാനം നായനയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആയിരുന്നു. ആണോ മോളെന്ന് ചോദിക്കാം. അതേന്ന് പറയാം. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ കിട്ടിയതും രക്ഷപ്പെട്ടു. പിന്നെ ഇവൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവള് ബ്ലഡ് കൊടുക്കാന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാ. പിന്നെ കാരണം ഇവളുടെ ധൈര്യമാണല്ലോ നമ്മുടെ ധൈര്യം. ഡോക്ടർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇവളുടെ ശരീരത്തിൽ ബ്ലഡ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാനായിട്ട്. എന്നാൽ ഇവള് പക്ഷെ സമ്മതിച്ചില്ലെന്ന് പറയണം. ഇത് കേട്ടതും മുത്തശ്ശൻ പറയും, എന്താളും ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരാളും കൂടെ ഉള്ള നല്ലതെന്ന് പറയാം. ഇത് കേട്ടതും ആദർശം അത് മാത്രമല്ല അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആയിരുന്നു പറയണം. എന്നിട്ടെന്താ അവള് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശ, പക്ഷെ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല. അവളെ കൊണ്ട് പറ്റത്തില്ല എന്ന് അവള് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു പറയാം. മുത്തശ്ശി പറഞ്ഞു, അവളൊന്നും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.
അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായതല്ലേ. മുത്തശ്ശൻ പറഞ്ഞു എല്ലാം ശരിയാ, പക്ഷെ അവളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിപ്പോയി. അനിയാന്നാകുന്നേ പറഞ്ഞ. പക്ഷെ ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വരാനുള്ള വഴി തങ്ങത്തില്ലോ. അനിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമേ ഒരു വിഷമമുള്ളൂ. അല്ല സാരമില്ല, ഇനിയിപ്പോ ദേവേനയുടെ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമല്ലോ. അവൾക്ക് ഇനി സുഖപ്പെട്ടല്ലോ എന്ന് പറയാം. ഇനിയിപ്പോ കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞ്. ബ്ലഡ് മാറ്റി കയറ്റിയതുകൊണ്ട് ആളെ തളർച്ച ക്ഷീണമൊക്കെ പോയിക്കോളും. പക്ഷെ 1-2 ആഴ്ച കൂടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റില്ലെന്ന് പറയണം. അല്ല മോനെ, ദേവനെ കയറി കണ്ടായിരുന്നു. ഞാൻ കയറി കണ്ടായിരുന്നു. പിന്നെ നയനെ കയറി കണ്ടു കഴിഞ്ഞപ്പോ അമ്മയുടെ സ്വഭാവം മുത്തശ്ശൻ അറിയാലോ എന്ന് പറയാം. അതെനിക്കറിയാം. അവൾ എന്തേലുമൊക്കെ കുത്തി പറഞ്ഞ കാണും അല്ലേ. അത് മുത്തശ്ശ ബ്ലഡ് കൊടുത്ത നയനയാന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇനിയിപ്പൊ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അമ്മ ചിലപ്പോൾ കിടന്ന് ദേഷ്യപ്പെടുമായിരിക്കും. അതുകൊണ്ടാ. അതൊന്നും സാരമില്ല മോനെ. ചിലരങ്ങനെയാ. നമ്മൾ എത്ര നന്മ ചെയ്താലും അവർക്ക് കാണാൻ കണ്ണില്ല. ചിലപ്പോൾ ചിലതും കൊണ്ട് പഠിക്കും. ഒരു പക്ഷെ പഠിക്കാനാണെങ്കിൽ ദേവയാനി ഈ തവണയും കൊണ്ട് പഠിച്ചിരിക്കും. കാരണം നയനമോൾ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അവൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇനി നമ്മൾ അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ ഒരിക്കലും നന്നാവാനായിട്ട് പോകുന്നില്ല. അല്ല, നീ മലയ്ക്ക് പോകാൻ മാലയ്ക്കിട്ടിരിക്കുമല്ലേ. ഒരു പക്ഷെ നീ പ്രാർത്ഥിച്ചോ, നിന്റെ അമ്മയുടെ മനസ്സ് മാറാനായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് ജലജ വന്നു. ജലജ കേട്ട് ഈ ബ്ലഡ് കൊടുത്ത നയനയാന്നുള്ള കാര്യം. ഇവളാണോ അപ്പം ബ്ലഡ് കൊടുത്തേ? ഇതെങ്ങനെ ശരിയാവും? ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പോക്ക്. അപ്പം ഇവളാണ് രക്ഷിച്ചിരിക്കുന്ന നയന. അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് മിക്കവാറും ഇവിടെ ആധിപത്യം കൂടത്തുള്ളൂ. അതൊരു കാരണവശാലും പാടില്ല. എങ്ങനെയെങ്കിലും ഇവളെ തകർത്തേ മതിയുള്ളൂ. ഇവളും ആ ദേവയാനി എന്ന് പറയുന്ന എൻ്റെ ഏട്ടനും തമ്മിൽ ഒരിക്കലും അടുക്കരുത്. അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ജലജ അകത്തേക്ക് കയറി പോകണം. അകത്തേക്ക് കയറി പോയിട്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാണ്. രേവതി ഫോണിൽ തീരുമ്പോൾ അങ്ങേ തലയ്ക്കല് ജലജയാണ്. ആ, എന്തൊക്കെയാണ് ജലജ വിശേഷങ്ങൾ? ആ, അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാനില്ലല്ലോ. അല്ല, ജലജ ഹോസ്പിറ്റലിൽ പോയില്ലെന്നിരിക്കുക. പോകാൻ പറ്റിയില്ല, ഇനി പോണെന്ന് പറയാണ്. അല്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ദേവിയെടുത്തെ കണ്ടിട്ട് ഞങ്ങൾ പോന്നേന്ന് പറയാം. അതെ, ബ്ലഡ് കൊടുത്ത് എങ്ങാണ്ട് നയനയാക്കിയാന്ന് പറയുന്ന കേട്ടല്ലോ. ബ്ലഡ് കൊടുത്ത് നയനയാന്നോ? അതെ, AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അത് നയനക്കുണ്ടായിരുന്നു. നയന കൊടുത്തെന്ന് ഇവിടെ പറയുന്ന കേട്ടാന്ന് പറയണം. ഇത് കേട്ടോ രേവതിയിൽ ഒരു ഞെട്ടലുണ്ടേ. സത്യമാണോ ജലജയെ പറയണേന്ന് ചോദിക്കും. ഞാനെന്തിനാ കള്ളത്തരം പറയണേ? അല്ല, അനാമികമാരുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് എല്ലാവരും ചോദിക്കും. അത് പിന്നെ അതെയായിരുന്നു അവൾ കൊടുക്കാൻ സമ്മതം പറഞ്ഞ. പക്ഷെ അവളുടെ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ ആരെയെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞ് പോയി. ഓ, അപ്പൊ അതാണ് ജലജയ്ക്ക് മനസ്സിലായി അവൾക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവരെ പണിക്ക് കൂടല്ലോ, ഇവരെ തന്റെ കൂടെ നിർത്തണമല്ലോ. എന്താണെങ്കിലും നയന ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങാനും ഏട്ടത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവർ തമ്മിൽ വീണ്ടും ഒന്നാകും. തന്നെ ജീവൻ രക്ഷിച്ച നയനയാന്നൊരു ചിന്ത മനസ്സിലേക്കുണ്ടാവും. നമ്മളെ അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഒന്നായിക്കൊണ്ടിരിക്കുക എന്ന് പറയണം. ഇത് കേട്ടോ രേവതിക്ക് സമനില ഏറ്റുന്ന പോലെ തോന്നി. അങ്ങനെ കുറെ സമയം കൂടെ കുശുമ്പോർത്താനൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ ഫോൺ കെട്ടിയുന്നത്. പിന്നീട് രേവതി നേരെ അനാമികയുടെ വീടിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രേവതി എന്നിട്ട് പറഞ്ഞു, ഇതേ ഇപ്പോഴെന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനം അതിന് പറയാം. ഇത് കേട്ടോ വേണു വെച്ച് നീ എന്തൊക്കെയാ പറയണേ? അതെ, അവളുണ്ടല്ലോ ആ നയന, അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആയിരുന്നു. എന്നിട്ടോ അവള് ബ്ലഡ് കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞേ. അനാമി ചോദിച്ചു, അവള് ബ്ലഡ് കൊടുത്തോന്ന് ചോദിക്കും. അതെ, അവള് ബ്ലഡ് കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞേ. ദേ, അങ്ങനെയാണെങ്കിൽ അവൾ അനന്തപുരയിൽ ഒന്നുകൂടി സ്ഥാനം ഉറപ്പിച്ചു. ദേ, ഈ കുടുംബത്തിൽ എല്ലാവരുടെയും മുന്നിൽ അവൾ ഒന്നുകൂടെ ഹീറോയിൻ ആകുക ചെയ്തേന്ന് പറയാണ്. രേവതി അനാമിയോട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ബ്ലഡ് കൊടുക്കാനും നീ സമ്മതിച്ചോന്ന് ചോദിക്കാം. പിന്നെ ബ്ലഡ് കൊടുത്തിട്ട് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അവള് സ്കോർ ചെയ്ത് നിൽക്കുന്ന കണ്ടില്ലേ. ഇനി കണ്ടോ അവൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവളെ സപ്രമഞ്ച കെട്ടിലെ കെട്ടിട്ട് ഇവിടെ എല്ലാവരും ആട്ടൂന്ന് പറയാണ്. പിന്നെ ആട്ടും. എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്താണെങ്കിലും എൻ്റെ അമ്മായിമ്മ അതിലൊന്നും പോകല. പിന്നെ അവിടെയുള്ള ആ ജലജപ്പച്ചി അവരൊക്കെ ഇഷ്ടമില്ല എന്ന് പറയണം. പിന്നെ അവിടുത്തെ ആണുങ്ങളുടെ കാര്യം അറിയാലോ. അവരിപ്പൊ നയനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാലും നയനെ പൊക്കി പിടിച്ചോണ്ട് നടക്കത്തുള്ളെന്ന് പറയാം. വേണു പറഞ്ഞ്, നമുക്ക് കിട്ടിയ നല്ല വിടാൻ ചാൻസാണ് നീ കളഞ്ഞു വിളിച്ചേ. നിനക്ക് അങ്ങോട്ടേക്ക് കയറി പറ്റാനുള്ള ഒരു അവസരം കൂടെ ആയിരുന്നു. അതുകൊണ്ട് നീ നശിപ്പിച്ച് കളഞ്ഞല്ലോ മോളെന്ന് പറയാം. എൻ്റെ അച്ഛാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് അവിടെ കയറി പറ്റാൻ അറിയാം. അനിയന്റെ ഭർത്താവല്ലേ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പോകാലോ. അതിനിപ്പോൾ ആരുടെ സമ്മതമൊന്നും ആവശ്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും വേണു പറഞ്ഞു, അതൊക്കെ ശരിയാ മോളെ. പക്ഷേങ്കില് ഒരു കുഴപ്പമില്ല അച്ഛാ. എനിക്ക് അങ്ങനെ ആരെയും പേടിയൊന്നുമില്ല. ഞാൻ തന്നെ ഇറങ്ങിപ്പോന്നല്ലേ. വേണം ഞാൻ തന്നെ കയറി പോയിക്കോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്നാലും ഒരു കാര്യം ഉറപ്പാ, ഇനിയിപ്പോ ദേവയാനിയുടെ ഡോക്ടർ ചിലപ്പോൾ ആ സത്യങ്ങളൊക്കെ പറയും. കാരണം ജീവൻ രക്ഷിച്ച നയനയാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയെന്ന്. അങ്ങനെ ദേവയാനിക്ക് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായാലോ ഇനിയിപ്പം ആദർശ് മനസ്സിൽ കരുതിയിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അമ്മയും ദേവയാനും തമ്മിൽ, അല്ല അമ്മയും മരുമോളും തമ്മിൽ ഒന്നിക്കണം എന്നൊരു ആഗ്രഹം ആദർശം മനസ്സിലുണ്ട്. അത് നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ ദേവയാനിയുടെ മനസ്സിൽ എന്തെങ്കിലും മാനസാന്തരം ഉണ്ടാകണം. അപ്പോൾ അത് ഉണ്ടാവുന്ന വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.